ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? നമ്മളിവിടെ സുഖമായിട്ടിരിക്കണോ? അപ്പോൾ ഞായറാഴ്ച ഉമ്മാക്കും ഉപ്പാക്കും ഒക്കെ ലീവായത് കാരണം കൊണ്ട് ശനിയാഴ്ച തന്നെ പോത്തുണ്ടിക്ക് വന്നിട്ടുണ്ടായിരുന്നു കുട്ടികളെയും കൂട്ടിയിട്ട്. അപ്പോൾ ഞാനും ഒന്ന് വർക്ക് കഴിഞ്ഞിട്ട് നേരെ വീട്ടിലേക്ക് വന്നു. വൈകുന്നേരം ആയപ്പോൾ നല്ല മഴക്കാറൊക്കെ ഉണ്ടായിരുന്നു. നല്ല മഴ പെയ്യാനുള്ള ഒരുക്കമായിരുന്നു. ചെറുതായിട്ട് അങ്ങനെ തുള്ളിയിരുന്നൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ആ സമയത്താണ് അലക്കിയിട്ട് തുണി ഉണങ്ങാനിടാൻ വേണ്ടി വന്നത്. അപ്പോൾ ഉമ്മ പറയുന്നുണ്ട് മഴ വരും, തുണിയൊന്നും പുറത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു മഴ വരട്ടെ, തുണി പുറത്തിടാണ്ട് ഉള്ളിലിട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ മഴ വരില്ല. അപ്പോൾ ഈ തുണികൾ ഇങ്ങനെ കിടക്കുന്നത് കാണുമ്പോഴെങ്കിലും മഴ വരുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ബക്കറ്റൊക്കെ എടുത്തിട്ട് പോകുമായിരുന്നു. അപ്പോൾ നമുക്ക് സ്ഥിരമായിട്ട് ഒരു അഡ്രസ്സ് ഇല്ലാത്തത് വല്ലാത്ത ബുദ്ധിമുട്ടാണ് കേട്ടോ. വാടക വീട്ടിലിരിക്കുന്നവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് അറിയില്ലേ. നമുക്കിപ്പോൾ ഇടയ്ക്ക് വീട് മാറേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് എല്ലാ സാധനങ്ങളും എടുത്ത് വേറെ വീട്ടിൽ കൊണ്ട് വെക്കുക, അടുക്കുക, പെറുക്കുക, അത് വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് കേട്ടോ. പൈസൻ്റെ കാര്യമല്ല, പൈസയും ആവശ്യമാണ് നമുക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വീട് മാറുമ്പോൾ. പിന്നെ അത് മാത്രമല്ല, നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വീട് മാറുന്ന സമയത്ത് കുട്ടികളുടെ പഠിപ്പ് കാര്യങ്ങൾ, അപ്പോൾ അതൊക്കെ വല്ലാത്ത ബുദ്ധിമുട്ടാണ് അല്ലേ. അപ്പോൾ ഞാനിതാ വന്ന് വൈകുന്നേരത്തിന് വെള്ളമൊക്കെ പിടിച്ച് വെച്ചിട്ടുണ്ടായി. നമ്മൾ കുറച്ച് ദിവസം ഇവിടെ ഇല്ലാത്ത കാരണം കൊണ്ട് വെള്ളമൊക്കെ ചീത്തയായിട്ടുണ്ടായിരുന്നു. നേരത്തെ പിടിച്ച് വെച്ചത് അതൊക്കെ വെള്ളമൊക്കെ പിടിച്ച് വെച്ചു. പിന്നെ ചോറും പരിപ്പ് കറി വെച്ചു. ഇത് അമ്മ്യൂസിനുള്ള മരുന്നുകളാണ്. അമ്മ്യൂസിന് പോളിയോ എടുത്തിട്ടുണ്ടായിരുന്നു 10 വയസ്സിൻ്റെ. അവിടെ നിന്ന് അങ്ങോട്ട് അമ്മ്യൂസിന് പനി പിടിച്ചിട്ടുണ്ടായിരുന്നു, പനിയും ഛർദിയൊക്കെ. അപ്പോൾ അതിനുള്ള മരുന്നൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ, കാര്യമായിട്ട് വീഡിയോയിൽ ഒന്നും തന്നെ ഇല്ല. ഒരു പരിപ്പ് കറി വെച്ചു, പിന്നെ പപ്പടവും വറുക്കാമെന്ന് വിചാരിച്ചു. കാരണം വീട്ടിൽ വന്നിട്ട് വീട് വൃത്തിയാക്കാനൊക്കെ ഒരുപാടുണ്ടായിരുന്നു. അടിച്ചുവാരലും വെള്ളം പിടിക്കലും കഴുകലും അങ്ങനെയൊക്കെ ആയിട്ട്. പിന്നെ അമ്മ്യൂസിൻ്റെ LSS ബുക്കൊക്കെ എടുത്ത് നോക്കണ്ടായിരുന്നു. ഉമ്മ എത്ര പഠിച്ചതാണ് അല്ലേ, ഒരുപാട് ടെൻഷൻ അടിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അമ്മ്യൂസ് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിന് വേണ്ടിയിട്ട്. കാരണം ഞാൻ യൂട്യൂബിൽ ഫസ്റ്റ് തുടങ്ങിയ സമയത്ത് അമ്മ്യൂസിൻ്റെ ഷോർട്ട് വീഡിയോസ് ആയിരുന്നു കൂടുതൽ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനും അമ്മ്യൂസ് സമയം കണ്ടെത്തണം. പിന്നെ എക്സാമൊക്കെ ആകാറായപ്പോൾ ഞാൻ പിന്നെ അത് വേണ്ടാന്ന് വെച്ചു. അപ്പോൾ അമ്മ്യൂസിൻ്റെ പത്രത്തിൽ ഫോട്ടോ വന്നിട്ടുണ്ട് കേട്ടോ. മെയ് 8-ാം തീയതി പത്രത്തിലാണ് അമ്മ്യൂസിൻ്റെ ഫോട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ചെറിയൊരു വീഡിയോ ആയിരുന്നു അല്ലേ. അപ്പോൾ വീണ്ടും കാണാം. ഓക്കെ, ബൈ.